ഹലോ. എന്നോട് പലരും ചോദിക്കുന്നൊരു ചോദ്യം എന്താണെന്നറിയോ? ടീച്ചറെ, ഈ വയ്യാത്ത പിള്ളേരെ പഠിപ്പിക്കുന്നത് എങ്ങനെയാ? ടീച്ചർക്ക് ബുദ്ധിമുട്ടല്ലേ അവരെയൊക്കെ പഠിപ്പിക്കാനായിട്ട്? എന്ത് പാടായിരിക്കൂലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇവരോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ 2 കൊല്ലത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് ഇതിന് വന്നത്. RCA സർട്ടിഫൈഡുമാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഞാനിതിൽ ട്രെയിൻഡാണ്. അപ്പോൾ എനിക്കതിൽ പ്രശ്നമല്ല. പക്ഷേ നമ്മൾ വേറൊരു കൂട്ടരെക്കുറിച്ച് ആലോചിക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. ആരാന്നറിയോ? ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ, എസ്പെഷ്യലി അമ്മ. ഇങ്ങനെ ഒരു കുഞ്ഞ്, അതായത് പ്രഗ്നൻസി ടൈം തൊട്ട് എന്താ പറയുക, ഓരോ അനക്കവും എല്ലാം ഇങ്ങനെ നോക്കുമ്പോൾ, സ്കാനിങ് ചെയ്യുമ്പോൾ ആ ഒരു എന്താ പറയുക, എന്തായി എന്നിങ്ങനെ ആകാംക്ഷയോടെ നോക്കുന്ന ഒരു പാരൻറ്റ്. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് മൈൽ സ്റ്റോൺസ് ഡിലേ ആകുമ്പോൾ, മൈൽ സ്റ്റോൺസ് എന്താണെന്ന് ഞാൻ പറയാം. നമ്മൾ ജനിച്ചിട്ട് പ്രീനാറ്റൽ, അതായത് പ്രഗ്നൻസി പീരീഡ് തൊട്ട് നമ്മളുടെ ഒരു വളർച്ചയുടെ കാലഘട്ടമുണ്ട്. ആ വളർച്ചയുടെ കാലഘട്ടത്തെയാണ് നമ്മൾ മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്നത്. ഈ മൈൽ സ്റ്റോൺസ് ഡിലേ ആവുക, അതായത് കുഞ്ഞ് ചിരിക്കുക. 3 മാസം ആകുമ്പോഴേക്കും കുഞ്ഞ് ചിരിക്കും, നമ്മുടെ കണ്ണിൽ നോക്കും, കുഞ്ഞ് കമിഴ്ന്ന് വീഴും, പിന്നെ കൈകാലിട്ടടിക്കും, നീന്തും, അങ്ങനെ പല പല സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാം പ്രോപ്പറായി നടക്കണം. ഇത് നടക്കാതെ ആവുന്ന ഒരു സമയത്ത് അപ്പോഴും നമ്മുടെ പാരൻസ് അംഗീകരിക്കില്ല. കുറച്ച് വൈകിയാണെങ്കിലും ചെയ്തോളും, നീ ഒരു പ്രശ്നമില്ലെന്നേ. ചുറ്റുമുള്ളവരും പറയാൻ തുടങ്ങും, അത് കുഴപ്പമൊന്നുമില്ല, ഇതൊക്കെ റെഡി ആയിക്കോളും എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. അപ്പോൾ ഇവർ നോക്കും. പക്ഷേ ഒരു 2-2.5 വയസ്സാകുമ്പോഴേക്കും മനസ്സിലാവും, ഇല്ല എൻ്റെ കൊച്ചിന് എന്തോ കുഴപ്പമുണ്ട്. പക്ഷേ ഇവർക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ഇവർ അംഗീകരിക്കില്ല. അതുമാത്രമല്ല, ഇവർക്ക് ചുറ്റും പറയുന്നൊരു ഡയലോഗ്സ് ഉണ്ട്. ആ അമ്മ എന്തെങ്കിലും ചിന്തിച്ചിട്ടായിരിക്കും ആ കുഞ്ഞെങ്ങനെയാണെന്ന്. അത് അനുഭവിക്കുന്ന ഒരു അമ്മയുടെ വേദന എന്താണെന്നറിയാമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. അവർക്ക് ഒന്നാമത് പുറത്തുനിന്നൊരു സപ്പോർട്ട് അവർക്കില്ല, അകത്തുനിന്ന് സപ്പോർട്ടില്ലാത്തൊരവസ്ഥ. പിന്നെ അവർ തന്നെ സ്വയം ട്രെയിൻഡ് ആവും. ഞാൻ എല്ലാ മാതാപിതാക്കളോടും പറയുന്ന കാര്യമുണ്ട്, ഞാൻ ട്രെയിൻഡ് സ്പെഷ്യൽ എഡ്യൂക്കേറ്ററാണ്, പക്ഷേ എന്നേക്കാൾ വലിയ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സാണ് നിങ്ങളെന്ന്. അപ്പോൾ ഇത് 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 മനസ്സിലാക്കി കഴിഞ്ഞ് ഇവർ പതുക്കെ സിറ്റുവേഷൻ അംഗീകരിക്കാൻ തുടങ്ങും. അപ്പോഴേക്കും കുറേയൊക്കെ ലേറ്റ് ആവും. സ്പെഷ്യൽ സ്കൂളിൽ വിടാൻ ഇവർക്ക് താല്പര്യം ഉണ്ടാവില്ല. കാരണം അവരുടെ മനസ്സിൻ്റെ ഒരു ഇതാണ്, നമ്മൾ അവരെ അംഗീകരിക്കണം, നമ്മൾ അവരുടെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണം. ഞാൻ കണ്ടിട്ടുള്ള പലരും പറയുന്നൊരു ഡയലോഗുണ്ട്, ആ കൊച്ചിൻ്റെ അമ്മ അംഗീകരിക്കില്ല, അമ്മ അംഗീകരിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അപ്പൻ അംഗീകരിച്ചിരുന്നെങ്കിൽ കൊച്ചിന് എത്രയോ ബെറ്ററായി പോയാനെ. ശരിക്കും നമ്മളങ്ങനെ പറയാൻ പാടില്ല കേട്ടോ. നമ്മുടെ ഒരു കുഞ്ഞിനാണ് അങ്ങനെ വന്നതെന്നെങ്കിൽ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് സഹിക്കാൻ പറ്റുമോ? അപ്പോൾ അതുപോലെ തന്നെയാണ് ആ പാരൻസും. അപ്പോൾ നമ്മൾ അവരെ ചേർത്ത് നിർത്തി സപ്പോർട്ട് ചെയ്താൽ, അവർക്ക് ആവശ്യമുള്ള അവർ അംഗീകരിച്ചില്ലെങ്കിൽ വേണ്ട, പക്ഷേ നമ്മളുടെ അടുത്ത് വരുന്ന കുട്ടിക്ക് നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുക. ഓക്കെ, താങ്ക് യു.